ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്രഫലം. മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം. കുടുംബസ്വത്ത് ഭാഗിക്കാനുള്ള പ്രവർത്തനം സ്വയം ഏറ്റെടുത്ത് നടത്തും. കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം സഫലമാകും. കർമ്മരംഗത്ത് കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും. ഏറ്റെടുത്ത ജോലികൾ കൃത്യസമയത്തിനുള്ളിൽ പൂർത്തീകരിക്കുവാൻ കഴിയും. ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. രാഷ്ട്രീയക്കാർക്ക് പൊതുജനങ്ങൾക്കിടയിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും. തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാവും. കോടതി കേസുകളിൽ അനുകൂല വിധിയുണ്ടാവും. ബിസിനസ്സുകാർക്ക് നല്ല ഫലങ്ങളോടുകൂടിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ പറ്റും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക. ഇടവക്കൂറ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ ശ്രദ്ധിക്കുക. ദൂരദേശ യാത്രകൾ ആവശ്യമായി വരും. ശാരീരികമായും മാനസികമായും ക്ഷീണം അനുഭവപ്പെടും. പുതിയ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രാരംഭ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നതിനാൽ പണം മുടക്കരുത്. വസ്തുവകളിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും. ധനകാര്യ സ്ഥാപനത്തിലും വിദ്യാഭ്യാസ വകുപ്പിലും ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനചലനമുണ്ടാവും. കുടുംബപരമായും ഔദ്യോഗികമായും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, കൂവളമാല, പിൻവിളക്ക് എന്നിവ നടത്തിക്കൊള്ളുക. മിഥുനക്കൂറ്. മകയിര അവസാന പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ആർഭാടങ്ങൾ ഒഴിവാക്കും. ആത്മവിശ്വാസക്കുറവിനാൽ ഊഹക്കച്ചവടത്തിൽ നിന്നും പിന്മാറും. വിദ്യാർത്ഥികൾ ഈശ്വര പ്രാർത്ഥന ചെയ്ത് അലസത ഒഴിവാക്കുക. രാഷ്ട്രീയ രംഗത്തുള്ളവർ എല്ലാ കാര്യത്തിലും ജാഗരൂകരാകണം. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷയ്ക്ക് ശ്രദ്ധാപൂർവം തയ്യാറാവുക. ബിസിനസ്സുകാർക്ക് ഈ ആഴ്ച പ്രതീക്ഷിച്ച ലാഭം കിട്ടുകയില്ല. കലാകായിക രംഗത്തുള്ളവർക്ക് അർഹിച്ച നേട്ടം ലഭിക്കും. ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പ്രയത്നവും പരസഹായവും വേണ്ടിവരും. യാത്രാക്ലേശവും അനുഭവിക്കേണ്ടി വരും. പണമിടപാടിൽ നഷ്ടം വരുവാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുവാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട് മാനസിക സംഘർഷം വർദ്ധിക്കും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂറ്. പുണർദ അവസാന പാദം, പൂയം, ആയില്യം. തൊഴിൽ മേഖലയിൽ സമ്മർദ്ദവും മനക്ലേശവും വർദ്ധിക്കും. വ്യാപാര വ്യവസായ മേഖലകളിൽ പുതുതായി പ്രവേശിക്കുന്നത് നല്ലതല്ല. അമിതമായ ആത്മവിശ്വാസവും അത്യാഗ്രഹവും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വിദേശത്ത് നിന്ന് അവധിയിൽ വരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. കലാകാരന്മാർക്ക് ജനമധ്യത്തിൽ പ്രശസ്തിയും പദവിയും ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുവാൻ പറ്റും. തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. വരുമാനത്തിൽ ഗണ്യമായ കുറവ് വരുന്നതിനാൽ ചെലവ് നിയന്ത്രിക്കും. പണം അന്യരെ ഏൽപ്പിച്ച് വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങുന്നത് അബദ്ധമാകും. ഗൃഹനിർമ്മാണം മന്ദഗതിയിലാവും. അർഹതയില്ലാത്തവരുമായി സ്നേഹബന്ധം പുലർത്തുന്നത് മൂലം ചില വിഷമതകൾ അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവെണ്ണയും നടത്തിക്കൊള്ളുക. ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാനുള്ള മാനസികാവസ്ഥ സംജാതമാവും. വ്യാപാര, വിപണന, വിതരണ മേഖലകളിൽ പരിധിയിലധികം പണം മുടക്കരുത്. കാർഷിക മേഖലയിലുള്ളവർക്ക് പ്രതീക്ഷിച്ച വരുമാനം ലഭിക്കണമെന്നില്ല. നഷ്ടസാധ്യതകൾ വിലയിരുത്തി സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. തൊഴിൽ രംഗം അത്ര മെച്ചമല്ല. ചെലവുകൾ അധികരിച്ചിരിക്കും. വീട്ടിൽ സ്വസ്ഥത കുറയും. കാര്യതടസ്സങ്ങളും ദാമ്പത്യ ക്ലേശങ്ങളും ഉണ്ടാവും. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടുമെങ്കിലും കിട്ടുമെന്ന് ഉറപ്പാവും. ഭൂമി സംബന്ധമായും ധനപരമായുമുള്ള വഞ്ചനകളിൽ പെടാതെ സൂക്ഷിക്കുക. ശ്രദ്ധക്കുറവ് മൂലം കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പരാജയമുണ്ടാവും.
ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. ക്രയവിക്രയങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. കലാകായിക രംഗത്തുള്ളവർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമെങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ പറ്റും. പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കേണ്ടതായി വരുമെങ്കിലും സാമ്പത്തിക ചുമതലകളിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത്. ബിസിനസ് രംഗത്തുള്ളവർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ഉദ്യോഗാർത്ഥികൾക്കും ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കും. അഭിരുചിയുള്ള ഉദ്യോഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഊഹക്കച്ചവടത്തിൽ നേരിയ ലാഭം പ്രതീക്ഷിക്കാം. യാത്രാ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഉദരസംബന്ധമായ അസുഖം അലട്ടും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ്. ചിത്തിര, അര, ചോതി, വിശാഖം മുക്കാൽ. കുടുംബത്തിലോ ഔദ്യോഗിക തലത്തിലോ തർക്കമുണ്ടായാൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുന്നതാണ് നല്ലത്. ഊഹക്കച്ചവടത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പണം മുടക്കരുത്. സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിൽ സ്വസ്ഥതയും മനസമാധാനവും കുറയും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ പരാജയം നേരിടും. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ഉപദ്രവമുണ്ടാവും. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലുള്ളവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനിടയുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ സംജാതമാകും. ബിസിനസ്സുകാർ പണമിടപാടുകളിൽ വളരെ ശ്രദ്ധിക്കുക. അമളി പറ്റുവാൻ സാധ്യത കാണുന്നു. ആത്മാർത്ഥമായി വിശ്വസിച്ചവരിൽ നിന്നും പ്രതികൂല നടപടികൾ ഉണ്ടാകാം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ പലവിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളും ഏറ്റെടുക്കുവാനിടവരും. വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം വന്നു ചേരും. ത്രിദോഷങ്ങൾ കോപിച്ചുള്ള അസുഖങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയം പ്രതീക്ഷിക്കാം. ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. നാൽക്കാലി വളർത്തൽ, സുഗന്ധദ്രവ്യങ്ങളുടെ വ്യാപാരം, അലങ്കാര വസ്തുക്കളുടെ വ്യാപാരം എന്നീ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ പറ്റും. തൊഴിൽ മേഖലയിലും അഭൂതപൂർവമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കണമെന്നില്ല. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം. ബന്ധുക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രയ്ക്ക് അവസരമുണ്ടാവും. വൈദ്യുതി, രാസവസ്തുക്കൾ, യന്ത്രങ്ങൾ, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അപകട സാധ്യത കാണുന്നു. നിഷ്പ്രയാസം സാധിക്കേണ്ടതായ കാര്യങ്ങൾക്ക് അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രസ്ഥാനങ്ങളെ ഊർജ്ജസ്വലമാക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ പരാജയം നേരിടും. തൊഴിൽ മേഖലയോട് ബന്ധപ്പെട്ട യാത്രകൾ ആവശ്യമായി വരും. ബിസിനസ്സുകാർ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക. അസമയത്തുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് ഭാഗ്യസൂക്തവും നെയ്യഭിഷേകവും നടത്തിക്കൊള്ളുക. മകരക്കൂറ്. ഉത്രാടമുക്കാൽ, തിരുവോണം, ഔട്ടത്തിൻ്റെ ആദ്യ പകുതി. ശില്പവിദ്യ, കല, സാഹിത്യം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. വിവാഹപ്രായമായവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം വർദ്ധിക്കും. പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഒന്നിലും തൃപ്തി തോന്നുകയില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. ഏറ്റെടുത്ത കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയും. കേസ് കാര്യങ്ങളിലും തർക്കവിഷയങ്ങളിലും വിജയമുണ്ടാവും. കടമായി കൊടുത്ത ധനം തിരികെ ലഭിക്കുവാൻ കാലതാമസം നേരിടും. വൃത്തിജനങ്ങളിൽ നിന്നും അമിതമായ സഹകരണം പ്രതീക്ഷിക്കാം.
കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല പ്രകടനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി, ചതയം പൂരുരുട്ടാതി മുക്കാൽ. സഹായികളിൽ നിന്നും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സഹായകമാവും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. വിദേശത്ത് സ്ഥിരതാമസം ആഗ്രഹിക്കുന്നവർക്ക് അനുമതി ലഭിക്കും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും. മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അർഹതയുള്ളവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. ഔദ്യോഗിക രംഗത്ത് അർഹമായ പദവി ലഭിക്കും. ബിസിനസ്സുകാർക്കും ഈ ആഴ്ച നേട്ടമുണ്ടാക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എന്നിവ നടത്തിക്കൊള്ളുക. മീനക്കൂറ് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മതയും നിയന്ത്രണവും വേണം. ആശയവിനിമയങ്ങളിൽ അപാകതകളുണ്ടാകാതെ സൂക്ഷിക്കുക. ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവവും അന്യോന്യം പരിഗണിക്കുവാനുള്ള മനസ്ഥിതിയും ക്ഷമയും ആർജിക്കണം. കായിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച നേട്ടം കിട്ടുകയില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ പരാജയം നേരിടും. സ്നേഹബന്ധങ്ങൾക്ക് അകൽച്ച സംഭവിക്കും. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കുന്നതിനാൽ അധിക ചെലവ് അനുഭവപ്പെടും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കുക. ഔദ്യോഗിക മേഖലകളിൽ അധികാര പദവി വർദ്ധിക്കുന്നതിനാൽ മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും പാൽപ്പായസ നിവേദ്യവും നടത്തിക്കൊള്ളുക. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ നല്ലൊരു വാരം നേരുന്നു.